ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കും ബഹളമൊക്കെ ആയിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മളോട് ഒത്തിരി ഫ്രണ്ട്സ് ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും കുക്കിംഗ് വീഡിയോസൊക്കെ ഒത്തിരി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പുതിയ വർഷം നമുക്ക് കുറച്ച് മധുരത്തോടു കൂടി ആയാലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ഡെസേർട്ടായ ടിറമിസു ആണ്. ഇറ്റാലിയൻ ഡെസേർട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് കോഫിയാണ്. അപ്പോൾ ഇതൊരു കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമ്മളിന്ന് നെസ്കഫെ ആണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെസ്കഫെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ കോഫി ഹോട്ട് വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് വേണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് കോഫിയുടെ പൗഡറിൻ്റെ തരികളൊന്നും പാടില്ല. ഉണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കോഫി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ട്രഡീഷണലി ടിറമിസു ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് റം ആഡ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ട് വളരെ ചെറിയ എമൗണ്ട് റമ്മാണ് ആഡ് ചെയ്യുന്നത്. ശരിക്കും ഒരു 3 ടേബിൾ സ്പൂൺ റമ്മാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമ്മളിന്നൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. പലരും കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള പല ലിക്കേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്, ടിയമരിയൊക്കെ പോലെ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു 1 ടേബിൾ സ്പൂൺ റം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണ്ട, ഇനി നമുക്ക് വേണ്ടത് സ്പോഞ്ച് ഫിംഗേഴ്സ് ആണ്. ലേഡീസ് ഫിംഗേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇതാണ് നമുക്ക് വേണ്ടത് ട്രഡീഷണലി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതെടുത്തിട്ട് പെട്ടെന്ന് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒത്തിരി വെറ്റാകരുത്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊളാപ്സ് ആയി പോകും. നമ്മൾ പിന്നീട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കിങ് എടുക്കുക, ആ ഒരു കോഫി ഫ്ലേവർ കിട്ടാനായിട്ട്. കണ്ടോ, ഒരു സ്ക്വയർ ട്രേ ആണ് ഇതിന് ഐഡിയൽ. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് അത് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മളിന്ന് ഇതുകൊണ്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇനി നമ്മളിതുപോലെ ഡീപ്പായിട്ടുള്ളൊരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക കേട്ടോ. അത് അവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു 4 എഗ് യോക്സ്, മുട്ടയുടെ ഉണ്ണി മാത്രം എടുത്ത് മാറ്റുക. എഗ് വൈറ്റ് വേണ്ട, ഇതുപോലെ ഉണ്ണി മാത്രം കേട്ടോ. ഇനി നമുക്ക് ഈ എഗ് യോക്കിലേക്ക് ഒരു 100 ഗ്രാംസ് ഓഫ് ഷുഗർ, അല്ലെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ, 1 2 3 ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എഗ്ഗും ഷുഗറും ഈ വാട്ടറിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 to 6 മിനിറ്റ്സ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഷുഗർ എല്ലാം അങ്ങ് ഡിസോൾവ് ആകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എഗ്ഗ് ഇരിക്കുന്ന ബൗൾ വെള്ളത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കണം. ഒരു പകുതി വെള്ളമാണ് പാടുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ കണ്ടോ. ഒരു 5 to 6 മിനിറ്റ്സ്, 5-6 മിനിറ്റായി. അപ്പോൾ നമ്മുടെ ആ പഞ്ചസാരയുടെ ആ ഒരു തരിയെല്ലാം ഇങ്ങ് അലിഞ്ഞു പോരും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വരും, ഒരു കസ്റ്റഡ്. ഇത് കണ്ടോ, നല്ല ഷൈനി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മസ്കർപോണെ ചീസ്, ഇറ്റാലിയൻ ചീസാണ്. ഇത് സാധാരണ ക്രീം ചീസിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റാണ്. ഒരു തിക്ക് ക്രീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉണ്ടോ, നമുക്ക് ഇവനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഈ ക്രീം ചീസിലേക്ക് ഒരു 100 ഗ്രാംസ് ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ടോട്ടൽ 200 ഗ്രാംസ് ഷുഗറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഷുഗറിൻ്റെ അളവൊക്കെ കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. ഇപ്പോൾ ഷുഗർ ഒത്തിരി ഉപയോഗിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഹണി ഉപയോഗിക്കും അതിന് പകരമായിട്ട്, അല്ലെങ്കിൽ ഇച്ചിരി സ്വീറ്റ്നർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഷുഗറും ക്രീം ചീസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ മുൻപുണ്ടാക്കിയ എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ ചീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുറേശ്ശെയായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്രീം ചീസും എഗ് യോക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 300 ml ഡബിൾ ക്രീമാണ്. ഇത് 600 ml ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒഴിക്കുകയാണ് കേട്ടോ. നമുക്കിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, നേരെ നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രീം ഒത്തിരി വിപ്പാകാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വിപ്പ് ചെയ്ത ക്രീം നമ്മുടെ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യണം പതുക്കെ കേട്ടോ. എഗ്ഗിൻ്റെയും ചീസിൻ്റെയും മിക്സിനകത്തേക്ക് നമ്മൾ ക്രീം ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്പോഞ്ച് ഫിംഗേഴ്സിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ലെയറോടെ സ്പോഞ്ച് ഫിംഗേഴ്സ് വെക്കാനുണ്ട്. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ആ കോഫി മിക്സിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ലെയർ മിക്സ് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു 2 കൊട്ടം കൂട്ടുക. എല്ലായിടത്തേക്കും ആ ക്രീമും പിടിക്കട്ടെ. കണ്ടോ സൈഡിൽ കൂടെ കണ്ടോ. നമ്മുടെ ടിരമിസു ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമുക്കൊരു 2-3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലൊന്ന് വയ്ക്കാം. അപ്പോൾ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ മേളിൽ സെർവ് ചെയ്താൽ നമ്മുടെ ടിരമിസു റെഡി. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഡീലിയ മേളിൽ അയണിങ് ആയിരുന്നു. അപ്പോൾ ടിരമിസു ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി വേണ്ടത് കുറച്ച് കൊക്കോ പൗഡറും കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേളിൽ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തുടക്കത്തിൽ ആ സ്ക്വയർ ഡിഷ് എടുത്തപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ഓവൽ ഷേപ്പിലുള്ള ഡിഷിലാണ് ഉണ്ടാക്കിയത്. എങ്കിലും നമുക്കിവനെ ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ ടിരമിസു. ആഹാ, സൂപ്പർ. പറ്റുമെങ്കിൽ ഓവർ നൈറ്റ് ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല കേട്ടോ. ഇതുണ്ട് ആ സ്പോഞ്ച് ഫിംഗേഴ്സും. നോക്കി എന്നാ അടിപൊളിയാണ്. നമ്മൾ മുൻപ് ഇതിൻ്റെ ഒരു സിമ്പിൾ വേർഷൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു 400ഓളം റെസിപ്പീസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഫേമസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമ്മുടെ ഗെറ്റ് ടുഗദർ, വീട്ടിലെ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.